തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയും ഇല്ലാതായി. ശിക്ഷാവിധിയും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതും മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപ്പീലിലാണ് ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിധി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തായാലും ആന്റണി രാജുവിൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു. ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം. പക്ഷേ ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളിയതോടുകൂടി ജയിലിലേക്ക് പോവേണ്ടതല്ലേ? ജയിലിലേക്ക് പോകാനുള്ള സമയമായില്ലേ? നമ്പ്യാർ, നിലവിൽ ഈ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി രാജു നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. അതോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള ആന്റണി രാജുവിന്റെ മോഹം പൊലിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രലായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വന്നതൊരു തിരിച്ചടിയാണ് ആന്റണി രാജുവിന് ഉണ്ടായിരിക്കുന്നത്. മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നാൽ തന്നെ ഇനി പത്രികാ സമർപ്പണത്തിനടക്കം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും ആന്റണി രാജുവിന്റെ ആവശ്യമെന്ന് പറഞ്ഞിരുന്നത് ശിക്ഷാവിധിയും അതോടൊപ്പം തന്നെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വിധിയും മരവിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അത് രണ്ടും ആ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതിയും തള്ളിയിരുന്നു. ആ വിധി, സെഷൻസ് കോടതിയുടെ വിധി റദ്ദാക്കണമെന്നുള്ളതായിരുന്നു ആന്റണി രാജുവിന്റെ ആവശ്യം. അതിൽ ഇടപെടാനായിട്ട് ഹൈക്കോടതി വിസമ്മതിച്ചു. സെഷൻസ് കോടതിയുടെ വിധി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷമോ അതിൽ കൂടുതലോ ഈ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയോഗ്യനാക്കപ്പെടും. അങ്ങനെയാണ് ആന്റണി രാജുവിന് അയോഗ്യനാക്കപ്പെട്ടത്. എന്തായാലും ശിക്ഷ മരവിപ്പിക്കാത്ത സാഹചര്യത്തിൽ ആന്റണി രാജുവിന് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. മേൽക്കോടതിയെ സമീപിച്ചാൽ പോലും ആ സമയപരിധിയുണ്ട്. 1990 കാലഘട്ടത്തിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തി മയക്കുമരുന്നായിട്ട് പിടികൂടുന്നു. ഈ മയക്കുമരുന്ന് കേസിൽ പ്രതിയുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത തൊണ്ടി മുതൽ അതിൽ കൃത്രിമത്വം നടത്തി എന്നുള്ളതാണ് ആന്റണി രാജുവിനെതിരായിട്ടുള്ള കേസ്. ആന്റണി രാജു അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്നു. സംസ്ഥാന സർക്കാർ ആന്റണി രാജുവിന്റെ ഹർജിയെ തുറന്നെതിർത്തിരുന്നു. അതായത് ആന്റണി രാജുവിന് ഈ ഒരു ശിക്ഷ മരവിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല, അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലില്ല. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളത് ആന്റണി രാജുവിന്റെ മാത്രം വ്യക്തി താല്പര്യം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ ആന്റണി രാജുവിന്റെ ഹർജിയിലെടുത്ത നിലപാട്. എന്തായാലും സർക്കാരിന്റെ ഉൾപ്പെടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ആന്റണി രാജുവിന്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയും ഇല്ലാതായി. ശിക്ഷാവിധിയും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതും മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപ്പീലിലാണ് ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിധി. രേഷ്മ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.